പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നാം പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെല്ലാം ആത്മീയ വിരസത അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ഒരു മടുപ്പ് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് പറയുന്നത് നാം ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്നാണ്. പ്രാർത്ഥനയിലൂടെയാണ് നാം ശക്തി പ്രാപിക്കേണ്ടതെന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥന വഴി ഈ ലോകത്തിലുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് നല്ല ഒരു ആത്മീയ ചൈതന്യമാണ് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നത്. നാം ആത്മീയമായി വളരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായി നാം പരിശ്രമിക്കുമ്പോൾ ചിലപ്പോഴെല്ലാം നമുക്ക് ആ പ്രാർത്ഥനയോട് അല്പം മടി അല്ലെങ്കിൽ ഒരു വിരസത തോന്നാറുണ്ട്. നാം ആത്മീയമായി വളരാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് വേണ്ടി ദുഷ്ടാരൂപിയും നല്ല അരൂപിയും തമ്മിൽ ഒരു വടംവലി തന്നെ നടക്കും. അത് നമുക്ക് അനുഭവപ്പെടുന്നതാണ് പ്രാർത്ഥനയിലുള്ള ഒരു മടി അല്ലെങ്കിൽ താല്പര്യക്കുറവ്. ഇത് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് മാത്രമാണ്. അപ്പോഴെല്ലാം നാം ആ കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ശക്തി പ്രാപിക്കുകയുമാണ് ചെയ്യേണ്ടത്. നാം പലപ്പോഴും ചിന്തിക്കും, എങ്ങനെയാണ് നിരന്തരം പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നത്? അത് മാനുഷികമായിട്ട് പ്രയാസമുള്ള കാര്യമാണല്ലോ എന്ന്. എന്നാൽ നമുക്ക് അസാധ്യമായിട്ടുള്ളതൊന്നും ചെയ്യുവാനായിട്ട് നമ്മുടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയില്ല എന്നതാണ് സത്യം. എപ്പോഴും ഏത് സാഹചര്യത്തിലും എന്ത് ചെയ്യുമ്പോഴും ദൈവത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോൾ അതെല്ലാം പ്രാർത്ഥനയായി മാറുകയാണ്. നാം എപ്പോഴും ഒരു ആത്മീയ സമരത്തിലാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതിൽ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആത്മാവിൻ്റെ വാളെടുക്കണം. അത് ദൈവത്തിൻ്റെ വചനമാകുന്ന ആത്മാവിൻ്റെ വാൾ നാം കയ്യിലേന്തി നിരന്തരം പ്രാർത്ഥിച്ച് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് നാം ഈ യുദ്ധത്തിൽ വിജയിച്ച് വരുന്നത്. അല്പം അശ്രദ്ധ നമ്മുടെ പ്രാർത്ഥനയിൽ വരുമ്പോൾ അവിടെ തിന്മയുടെ അരൂപിയാണ് വിജയിച്ചു വരുന്നത്. ദൈവ വചനത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്നത് സാത്താനാണ്. പല വിധത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് യുക്തി വിചാരങ്ങളിലേക്ക് മനസ്സിനെ കടത്തിവിട്ടുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നത് സാത്താൻ്റെ ഒരു കെണിയാണ്. അത് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് എഫേസോസ് 4:27 തിരുവചനം പറയുന്നത്, സാത്താൻ്റെ കെണിയിൽ നാം അകപ്പെടരുത് എന്ന്. ആ കെണികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ യേശു ശിമയോനെ വിളിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം എന്ന്. ഇപ്പോൾ പ്രാർത്ഥനയിൽ ഉറച്ചു നിന്ന് നമുക്ക് ശക്തി നേടാൻ കഴിയും. നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് സാത്താൻ്റെ പ്രവർത്തനമാണ്. ഈ തിരിച്ചറിവോടുകൂടി നാം അനുദിനം ജീവിക്കാനായിട്ട് പരിശ്രമിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ നിരന്തരം ഓർമ്മിപ്പിച്ച് തന്നുകൊണ്ടിരിക്കും. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ് നാം ചെയ്യേണ്ടത്. എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.